പാകത്തിന് ഉപ്പൊന്ന് പൊന്നിച്ച് പിടിച്ചു. മഞ്ഞൾ പാകത്തിന്, മുളകും പൊടി 1 ടീസ്പൂൺ, ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് വെക്കണം ചിക്കൻ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് വേണം നമുക്ക് പൊരിക്കാൻ. അയ്യോ ഇളക്കിക്കോ. പച്ചമുളക് ഇടുന്നുണ്ട്. ഓക്കെ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂൺ ബിരിയാണി മസാല, നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒഴിച്ചിട്ട് അരച്ചിട്ട് അത് ഒഴിക്കുന്നുണ്ട്. ഒഴിക്കണം, ബദാമും അണ്ടിപ്പരിപ്പും കൂടി. ഓക്കെ. തൈര്, ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 8-10 പച്ചമുളകും കൂടിയിട്ട് അതിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ കലക്കി വെക്കും. അത് എന്നിട്ട് ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഒഴിച്ച് നമ്മൾ ഈ തൈരും കൂടി അതിലേക്ക് ഒഴിക്കും. ഒക്കെ നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം ചിക്കൻ ഇടണം. അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് ഇതാവാടണം. മൂടയില്ല. അപ്പം ഞാൻ ചെമ്പിലിട്ട് ആ ഇറച്ചിയുടെ മുകളിലേക്ക് ഇത് ജീരകശാല അരിയാണ്. ഇത് വേവിച്ചിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയാം, എന്നാലും നമ്മൾ അതൊന്ന് പറയാം. നെയ്യ് ഒഴിച്ച് പിന്നെ ഒരു ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ധനിയ ഇട്ടിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ദമ്മാവട്ടെ. ഒരു അരമണിക്കൂറാണ് ഞാൻ ദമ്മിലിടുക. ചെറിയ തീയിലിടുക. അതിൻ്റെ മുകളിലൊരു ചട്ടി വെക്കും, പഴയ ദോശ ചട്ടി വെച്ചിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ഇടും. അപ്പോൾ പിന്നെ എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ അടച്ച് തീ കെടുത്തിയിട്ട് ഒരു 20 മിനിറ്റ് ഇടും. എന്നിട്ടാണ് പൊട്ടിക്കുക.